ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു കഫ്ലാസ് ഫെഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അടിപൊളി മുട്ട സിർക്കാൻ്റെ റെസിപ്പി ആയിട്ടാണ്. കാസർഗോഡാറ് മുട്ട സിർക്കാവും. നല്ല 1.5 കപ്പ് പച്ചരി ഉണ്ടല്ലോ, നല്ല പച്ചരി 1.5 കപ്പ് എടുക്കുക. ഒരു 1/2 കപ്പ് ചോറ്. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ചെറിയ മുട്ട ആണെങ്കിൽ 3 മുട്ടയും വലുതാണെങ്കിൽ 2 മുട്ടയും മതി. ഞാൻ ചെറിയ മുട്ടയായിരുന്നുണ്ടത്. അങ്ങനെ 3 മുട്ട ഇട്ടിട്ട് ഒരു നുള്ളു കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, ഒരു 1/4 സ്പൂൺ ഷുഗർ. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഷുഗർ ഇട്ടെങ്കിൽ നല്ലൊരു മൊരിഞ്ഞ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഷുഗർ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിൽക്കൊരു 2-3 സ്പൂണ് നമ്മൾ സാധാ വെള്ളം ഉണ്ടല്ലോ, സാധാ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് മാത്രം ഈ ഒരു പരുവത്തിലാക്കി കൊടുക്കുക. 1.5 കപ്പ് അരി, 1/2 കപ്പ് ചോറ്, ഒരു 3 ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട, വലുതാണെങ്കിൽ 2 മുട്ടയും കൂടി ചേർക്കുക. ഉപ്പും ഒരു 1/4 സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. എല്ലാം കൂടി ഒരു 5 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി മുട്ട സിർക്ക റെഡി. അപ്പം മനസ്സിലായില്ലേ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട സിർക്കയാണെന്ന്. അരി കുറച്ച് സമയം കുതിർത്ത് വെക്കുക, 2 മണിക്കൂർ അങ്ങനെ കുതിർത്ത് വെക്കുക, അല്ലെങ്കിൽ അരിഞ്ഞിട്ടൂല. അതുകൊണ്ടാണ് 2-3 മണിക്കൂർ അരി കുതിർത്ത് വെക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇതാക്കിയെടുക്കുക. ഇത് പൊങ്ങി വരും, എണ്ണയിൽ ഒഴിക്കുമ്പോൾ തന്നെ പൊങ്ങി വരുന്നുണ്ട്. ആ പൊങ്ങി വന്നതിന് ശേഷം, നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചും തിരിച്ചു കൊടുത്ത് പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്യുക. നന്നായിട്ടെടുത്ത് ചൂടോടെ കൂടി തിന്നാൻ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം നമുക്ക്. ഞാൻ എന്താ പറയുക, ഇതിലേക്ക് കൂട്ടാനുണ്ടാക്കിയത് ചട്നിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. കോഴിൻ്റെ ചാറോ കോഴിക്കറിയോ ബീഫ് കറിയോ എന്ത് കൂട്ടിയും കഴിക്കാം നമുക്ക്. ഞാൻ കുറച്ച് ചട്നിയാണ് ഉണ്ടാക്കിയത് രാവിലെ തന്നെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. ബൈ ബൈ.